നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി മുടങ്ങും. SMS-ലൂടെ മുൻകൂട്ടി അറിയിക്കും. നിയന്ത്രണം പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ. കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ അനുമതിയായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. നിരവധി പേർക്ക് ഇന്നും സൂര്യാതപമേറ്റു. ഇന്നു മുതൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. പാമ്പുകടി ഭീതിയിൽ കേരളം. വിവിധ ജില്ലകളിലായി ഇന്ന് 8 പേർക്ക് വിഷപ്പാമ്പിന്റെ കടിയേറ്റു. കാസർഗോഡ് എരേളിത്തട്ട് മൂർഖന്റെ കടിയേറ്റ 4.5 വയസ്സുള്ള കുട്ടി ചികിത്സയിൽ. ആരോഗ്യനില ഗുരുതരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടി. വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞു പോര്. KSU സമരത്തിൽ സതീശ പക്ഷത്തിന്റെയും KC പക്ഷത്തിന്റെയും വെവ്വേറെ പ്രതിഷേധ പരിപാടികൾ. ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ്. വിലക്കേണ്ടത് മാധ്യമ ചർച്ചകളെന്നും ചെന്നിത്തലയുടെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സണ്ണി ജോസഫ്. PR വർക്കുകൾ പരിധി വിടരുതെന്ന് കെ മുരളീധരൻ. ആം ആദ്മി പാർട്ടി വിട്ട് BJP ലയിക്കാനുള്ള 7 എംപിമാരുടെ അപേക്ഷ അംഗീകരിച്ച് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ. 3-2 ഭൂരിപക്ഷ എംപിമാരും പാർട്ടി വിടുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ല. രാജ്യസഭയിൽ BJPക്ക് 113 എംപിമാർ. ബംഗാളിൽ 142 മണ്ഡലങ്ങളിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും മകനെയും കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമെന്ന് പോലീസ്. കാണാതായ മറിയക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹമാണോ ഇതെന്ന് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തും. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം ഏപ്രിൽ 17-ന്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ തൃശൂർ സ്വദേശി രാകേഷും മരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 17ആയി. സംസ്ഥാനത്ത് പ്രാദേശിക തലങ്ങളിൽ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിന് KSEB പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. 15 മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഉണ്ടാകും. കണ്ണൂർ ചെറുപുഴയിൽ ഓവർസിയർക്ക് സൂര്യാതപമേറ്റു. ചെറുപുഴ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓവർസിയർ ഹെലൻ ജെയിൻസനാണ് സൂര്യാതപമേറ്റത്. ജിയോ ടാഗിങ്ങിനു വേണ്ടി പോയപ്പോഴാണ് സംഭവം. കഴുത്തിനും പുറത്തുമാണ് സൂര്യാതപമേറ്റത്. പുളിങ്ങോം ചുണ്ട സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം ചെറുപുഴ സ്വദേശിയായ ബെന്നി ഫിലിപ്പിനും സൂര്യാതപമേറ്റിരുന്നു. ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് മന്ത്രി പറയുമ്പോഴും ജനങ്ങൾക്ക് അനുഭവമുണ്ടെന്ന് സണ്ണി ജോസഫ്. സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. പവർ കട്ട് യാഥാർത്ഥ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന്. പക്ഷെ നമ്മൾ അനുഭവത്തിൽ ഞാൻ തന്നെ വീട്ടില് അനുഭവത്തിൽ എല്ലാ ദിവസവും കറണ്ടിട്ടുണ്ട്. രാത്രിയുണ്ട്, പകലുമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് തെളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വൈദ്യുതി ക്ഷാമമുണ്ട്, പ്രശ്നമാണ്, വേനലാണ്, വലിയ ഉപയോഗമുണ്ട്, അതുകൊണ്ട് ഇന്ന നിയന്ത്രണം ഏർപ്പെടുത്തു എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയാതെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി കട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. ഇരിഞ്ഞാലക്കുട കാറോത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. വെള്ളയപ്പറമ്പിൽ വീട്ടിൽ പ്രസീത എന്ന സ്ത്രീയെയാണ് രാവിലെ പാമ്പ് കടിച്ചത്. വീട്ടിലെ
പുല്ലു പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. തനിശ്ശേരി കനാൽ ബണ്ടിന് സമീപത്ത് വെച്ചാണ് നടപ്പറമ്പ് സ്വദേശിയായ സനീഷ് എന്നയാൾക്ക് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ സനീഷ് ജോലി സാധനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനാണ് താണിശ്ശേരിയിലെത്തിയത്. രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴും വയോധികന് പാമ്പ് കടിയേറ്റു. മലപ്പുറം എടപ്പാളിൽ 21-കാരിക്ക് പാമ്പ് കടിയേറ്റു. പാടത്തങ്ങാടി താമസിച്ചിരുന്ന ചിറക്കൽ വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ ഷഹല തസ്നിനാണ് പാമ്പിന്റെ കടിയേറ്റത്. കാലത്ത് കുഞ്ഞുമായി അലക്കുകല്ലിന് സമീപത്തേക്ക് വരുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് യുവതിയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആന്റിവെനം നൽകിയ യുവതി ഐസിയുവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇരവിഴുങ്ങിക്കിടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. രാവിലെ വീട്ടുടമയുടെ മകളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. അടുക്കളയുടെ അടുപ്പിന് സമീപം ഇരവിഴങ്ങിയ നിലയിലാണ് മൂർഖനെ കാണപ്പെട്ടത്. പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് പാമ്പിനെ വനപാലകർക്ക് കൈമാറി. കോഴിക്കോട് ഇന്ന് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ, കണ്ണിപ്പൊയിൽ സ്വദേശി അഞ്ജലി എന്നിവർക്കാണ് കടിയേറ്റത്. അതേസമയം കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടെയാണ് ഫോൺ കോൾ എടുക്കുന്നതിനിടെ കാലിൽ എന്തോ ചുറ്റിയത് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാമ്പ് കടിച്ചുവെന്ന് മനസ്സിലാകുന്നത്. യുവാവിനെ ഉടൻ തന്നെ താമരശ്ശേരി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാത്രി ശരീരത്തിൽ പാമ്പ് കടിയേറ്റതുപോലുള്ള പാടുകൾ കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ണിപ്പൊയിൽ സ്വദേശി അഞ്ജലി വീടിന്റെ ടോയ്ലറ്റിൽ പാമ്പിനെ കണ്ടത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. ഉടൻ തന്നെ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ 5 പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിൽ വിഷപ്പാമ്പിനെ കണ്ടിരുന്നു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മറ്റു മുറികളിലും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. തലേൻ്റെ അടുത്തായിട്ട് പിന്നെ ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ചു. വീണ്ടും വീടൊക്കെ നന്നാക്കി ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. രാത്രി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും 1 കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും 1 കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് എളേരിത്തട്ട് 4.5 വയസ്സുള്ള പെൺകുട്ടിയെ മൂർഖൻ പാമ്പ് കടിച്ചു. കളിക്കുന്നതിനിടയിലാണ് പാമ്പ് കടിയേറ്റത്. കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി ഐസിയുവിൽ ചികിത്സയിലാണ്. എളേരിത്തട്ട് കറുവാട്ടെ ശരത്ത് അജിത ദമ്പതികളുടെ മകൾ ഋതു ചന്ദ്രയെയാണ് മൂർഖൻ പാമ്പ് കടിച്ചത്. എറണാകുളം ജില്ലയിലെ ഒലിയപ്പുറത്ത് ചക്ക വീണ മൂർഖൻ പാമ്പ് ചത്തു. വീട്ടുകാർ മുറ്റത്തിന് സമീപം 4 ചക്കകൾ വീണ് കിടക്കുന്നത് കണ്ട് എടുക്കാൻ എത്തിയപ്പോഴാണ് പാമ്പിന്റെ തലയിൽ ചക്ക വീണ നിലയിൽ കണ്ടത്. അതേസമയം കൂത്താട്ടുകുളത്ത് മൂർഖൻ പാമ്പിനെ പിടികൂടി. മാരുതി ജംഗ്ഷൻ മാതാളിയിൽ രുക്മിണി എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. മുറ്റത്തെ മരത്തിനടുത്താണ് പാമ്പിനെ കണ്ടത്. പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് സ്ഥലത്തെത്തി ഇതിനെ പിടികൂടുകയായിരുന്നു. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. കുപ്പിയോട് സ്വദേശി ജയനാണ് പൊള്ളലേറ്റത്. കൂട്ടുപാതയിൽ നിന്നും ഒലവക്കോട്ടേക്ക് സവാരി പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു പൊള്ളലേറ്റത്. മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. വിലക്കുകൾ ലംഘിച്ച കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുന്നേറുന്നു. KSU സമരത്തിൽ പോലും സതീശപക്ഷവും KC പക്ഷവും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ചേരി തിരിഞ്ഞുള്ള നേതാക്കന്മാരുടെ ശക്തി പ്രകടനത്തിലും പ്രതിച്ഛായ മത്സരത്തിലും കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. പരസ്യ പ്രസ്താവനകൾക്കെതിരെയും സോഷ്യൽ മീഡിയ പോരാട്ടത്തിനെതിരെയും ഹൈക്കമാൻഡും KPCCയും നിരന്തരം വിലക്ക് ഏർപ്പെടുത്തിയിട്ടും ചേരിപ്പോര് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പ്രതിഷേധ സമരങ്ങളിൽ പോലും അനുയായികൾ ചേരിതിരിഞ്ഞ് വ്യത്യസ്ത സമരങ്ങളുമായി രംഗത്ത് വരുന്നതും കാണുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ മലപ്പുറത്ത് VD സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളും ഒരേ സമയം പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നേതാക്കന്മാരെ പുകഴ്ത്തി അനുഭാവികൾ രംഗത്ത് വരുന്നതും ഡോക്യുമെന്ററികളും വീഡിയോകളും പുറത്തിറക്കുന്നതും സജീവമായി തുടരുന്നു.
കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള പരസ്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നതും വലിയ ചർച്ചയായി. എന്നാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും. MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് പാർട്ടിയുടെ സാധാരണ രീതിയെന്ന് VM സുധീരൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഏതൊക്കെ രീതിയിലാണോ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് കോൺഗ്രസിന് ഒരു പുതുമയുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ജനാഭിലാഷം മനസ്സിലാക്കി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് മുൻമന്ത്രി K. ബാബു പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നേതാക്കന്മാരുടെ തമ്മിൽ തല്ലിനെ പരിഹസിച്ചാണ് K. മുരളീധരൻ രംഗത്ത് വന്നത്. ഒരു ഒഴിവുകാലത്തെ കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കാൻ അനുവദിക്കാത്ത ഇടതു വലതു മുന്നണികളുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ ഭാരതീയ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള വനിതാ മാർച്ച് ഗാന്ധി പാർക്കിൽ സമാപിച്ചിരിക്കുകയാണ്. മാർച്ചിന് ശേഷമുള്ള ഗാന്ധി പാർക്കിലെ പൊതുസമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയാണ്. അതിലേക്ക് 2013 അതുകൊണ്ടാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയത്. BJP NDA പിന്തുണയോടെ പാസാക്കിയത്. പക്ഷേ കോൺഗ്രസ് അത് ലോക്സഭയിൽ കൊണ്ടുപോയില്ല, അത് പാസ്സാക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്. ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ രണ്ടുപേരും CPM-ഉം കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. ശബരിമല കൊള്ളയിൽ ഒന്നാണ്, പ്രീണ രാഷ്ട്രീയത്തിൽ ഒന്നാണ്. ഇനി ഏറ്റവും വലിയ ഉദാഹരണം വനിതാ സംവരണത്തിന് അട്ടിമറിക്കാനും ഒന്നാണ്. ഇതാണ് സത്യം. എഴുപത് കൊല്ലായി ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടി. 70 കൊല്ലാൻ പോകുന്നു, 80 കൊല്ലാൻ പോകുന്നു. ഈ രണ്ട് പാർട്ടിയും കോൺഗ്രസും CPM-ഉം എത്രയോ കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്ത് ഭരിച്ചത് രണ്ട് പാർട്ടികളാണ്. പക്ഷേ ഈ കാര്യം വനിതാ സംവരണം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവർ ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് ഇന്ന് കൃത്യമായി എല്ലാവരും മുമ്പിൽ ആ സത്യം തെളിവാകുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇലക്ഷന്റെ സമയത്തും ഇലക്ഷൻ ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ്. ഇലക്ഷന് മുമ്പ് ഇത് ചെയ്യും അത് ചെയ്യും. അതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. പറഞ്ഞു നടന്ന എത്രയോ കൊല്ലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നരേന്ദ്രമോദിജി വന്നിട്ടാണ് പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ ഇന്ത്യക്കാർക്കും പദ്ധതികളും സ്കീംസ് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പൊ ഇവര് ഓരോന്ന് പറയും. ഇവരെ രാഷ്ട്രീയം അതാണ്. പറയും, വാഗ്ദാനം കൊടുക്കും, പക്ഷെ വാക്ക് പാലിക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? അവരെ കുടുംബത്തിന്റെ വനിതകൾക്ക് പൊളിറ്റിക്കൽ പവർ വേണം. DMK ആണെങ്കിൽ DMKക്ക് വനിതാ സംവരണം വേണ്ട. DMKക്ക് വേണ്ടത് കണ്ണിമോഴിക്ക് ഒരു വലിയ സീറ്റ് കൊടുക്കണം. കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയ പവർ വേണം, പ്രിയങ്ക ഗാന്ധിക്ക് വേണം. മറ്റ് വേറെ ആര് വനിത വന്നാലും പോയാലും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ താല്പര്യമില്ല. ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതി
ഒരു MP ആണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നീതി നൽകാനാണ്. പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാരുടെ കടമയാണ് അവിടെ ഒരു ബില്ല് വന്ന് ഒരു അനീതിനെ അത് കറക്റ്റ് ചെയ്യാൻ ഒരു നല്ല ബില്ല് കൊണ്ടുവന്നാൽ അതിന് പിന്തുണ കൊടുത്ത് നീതി നൽകാനാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം. പക്ഷെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, ഞങ്ങൾ 2023 നാരി വന്ദൻ യോജന നിയമം പാസ്സാക്കിയല്ലോ, ഞങ്ങളത് സഹായിച്ചല്ലോ. അപ്പോൾ എന്തുകൊണ്ട് 2023 അവർ ആ ബില്ല് പാസ്സാക്കാൻ സഹായിച്ചു? അവർക്ക് മനസ്സിലായി 24 ഇലക്ഷൻ വരുന്നുണ്ട്, അതിനു മുമ്പ് ഈ ബില്ല് വന്ന് ഞങ്ങളത് തടഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അത് സഹായിച്ചു. ആ ബില്ലിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യം ആണ് ഈ ഏപ്രിൽ 16, 17 കൊണ്ടുവന്ന ലെജിസ്ലേഷൻ. ആ ബില്ലിൽ എന്താ പറഞ്ഞത്? ഡീലിമിറ്റേഷൻ നടക്കണം, സെൻസസ് നടക്കണം. സെൻസസ് നടന്നില്ലെങ്കിൽ പഴയ സെൻസസ് വഴി ഡീലിമിറ്റേഷൻ ചെയ്താൽ മാത്രമേ വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. ആ ബില്ലിന് സപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസും CPM-ഉം. പക്ഷേ ഇന്ന് അത് നടപ്പിലാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് നരേന്ദ്രമോദിജി സർക്കാർ കൊണ്ടുവരുമ്പോൾ 2023 പാസാക്കിയ കോൺഗ്രസ് CPM ഇന്ന് പറയുന്നു ഇത് ഞങ്ങൾ ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ട, ചെയ്യണ്ട. ഇതാണ് സത്യം. ഇന്ന് നമ്മൾ എല്ലാവരും രമ ടീച്ചർ പറഞ്ഞ പോലെ ഇത് അവർ ചെയ്യില്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ പ്രതിഷേധം. ഇതൊരു തുടക്കമാണ്. പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എത്ര കൊല്ലമായി എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് കിടക്കുന്ന നമ്മൾ സാഹചര്യം കണ്ടതാണ്. അത് നരേന്ദ്രമോദിജി വന്നിട്ട് മാത്രമേ ഓരോരോ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുള്ളൂ. ആർട്ടിക്കിൾ 370 ആണെങ്കിൽ, 1 റാങ്ക് 1 പെൻഷൻ ആണെങ്കിൽ, വഖഫ് അമെൻമെന്റ് ബില്ലാണോ, ട്രിപ്പിൾ തലാഖ് ബില്ലാണോ, ഇതെല്ലാം ഓരോന്നായിട്ട് നരേന്ദ്രമോദിജി പരിഹരിച്ചതാണ്. ഞാൻ അവസാനം കൂടുതൽ സംസാരിക്കുന്നില്ല. അവസാനം ഞാൻ പറയാൻ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാക്കും. നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഈ വനിതാ സംവരണം കൊണ്ടുവരും. അതും 2029 ലോക്സഭാ ഇലക്ഷന് മുമ്പ് കൊണ്ടുവരും. എനിക്ക് 100% വിശ്വാസമുണ്ട്. നരേന്ദ്രമോദിജി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം അതിന്റെ പിന്നിൽ ഉണ്ടാവും. അത് കോൺഗ്രസും CPM എന്ത് കസരത്ത് ചെയ്താലും ഇത് നടപ്പിൽ. ഭാരതീയ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള വനിതാ മാർച്ച് ഗാന്ധി പാർക്കിൽ സമാപിച്ചിരിക്കുകയാണ്. മാർച്ചിന് ശേഷമുള്ള ഗാന്ധി പാർക്കിലെ പൊതുസമ്മേളനം പുരോഗമിക്കുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ UDF, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത കളക്ടർ സ്വന്തം കുറ്റം മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും UDF ആരോപിക്കുന്നു. ജില്ലാ കളക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. പേരാമ്പ്ര മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് UDF ആക്ഷേപം. തൻ്റെ നേരെ വിരൽ ചൂണ്ടലും നടപടിയും വരുന്നു പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനും തയ്യാറായിട്ടില്ലെന്ന് UDF ആരോപിക്കുന്നു. കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ക്രമക്കേടിന് ശ്രമം നടന്നു എന്നാണ് UDFന്റെ പരാതി. 10 പേരാണ് മെറ്റീരിയൽസ് റൂമിൽ കയറിയത്. 3 മണിക്കൂർ എന്താണ് ഇവിടെ നടന്നതെന്നതിൽ സംശയമുണ്ട്. ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പരിശോധിക്കണം. സംഭവ സമയത്ത് കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യവും സംശയാസ്പദമാണ്. കളക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കളക്ടറാണ് ഇതിന് ശരിയായ മറുപടി പറയേണ്ടത്. ആ കളക്ടർക്കെതിരെ ഇനി നടപടിയുമായി മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
നിയമ നടപടിയിലൂടെ കലക്ടറുടെ ഈ മൗനം അല്ലെങ്കിൽ കലക്ടർ ഇതിൽ നടപടിയെടുക്കാത്തത് തീർച്ചയായും ഞങ്ങൾ ചോദ്യം ചെയ്യും. 8 മണ്ഡലങ്ങളിലെ VVPAT എണ്ണണമെന്നാണ് UDFന്റെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തിലും സംശയകരമായ റിസൾട്ട് ഉണ്ടാകുന്ന പക്ഷം അവിടെ VVPAT എണ്ണണം എന്നുള്ള ഒരു ഡിമാൻഡ് ഞങ്ങളുടെ ബൂത്ത് കൗണ്ടിംഗ് ഏജന്റുമാർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ജില്ലാ കലക്ടറുടെ തെറ്റ് മറച്ചുവെക്കാനാണെന്നും UDF ആരോപിച്ചു. വരും ദിവസങ്ങളിൽ UDF നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലും ശിക്ഷാവിധിയിലും നിലവിൽ ഇടപെടേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ആന്റണി രാജുവിന്റെ ഹർജി നേരത്തെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. മയക്കുമരുന്ന് കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടി എന്ന കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ആന്റണി രാജുവിന് വിചാരണ കോടതി വിധിച്ചിരുന്നു. സംസ്ഥാനത്ത് പ്രാദേശിക തലങ്ങളിൽ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിന് KSEB പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഉണ്ടാകും. ലോഡ് ഷെഡിംഗ് അല്ല, ഉത്പാദനം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ കീഴിൽ ആ കപ്പാസിറ്റികൾ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി ആവർത്തിക്കുമ്പോഴും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ് KSEB. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെങ്കിലും ഉപഭോഗം റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്താതെ മാർഗമില്ല. അതിനാൽ പ്രാദേശിക തലത്തിൽ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. സാധ്യമായ സമയത്ത് SMS വഴി മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യും. ഓവർലോഡ് ആകുമ്പോൾ മുൻകൂട്ടി അറിയിക്കാനാകാതെ തനിയെ വൈദ്യുതി കട്ടാകുന്ന സാഹചര്യമുണ്ടെന്നും KSEB അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. പലയിടത്തും നിയന്ത്രണത്തിന്റെ ഭാഗമല്ലാതെ തന്നെ ഉപഭോഗം ക്രമാതീതമായി ഉയരുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി നിലയ്ക്കുന്ന പ്രവണതയും ഉണ്ടാകുന്നു. വേനൽ മഴ വൈകുന്തോറും വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MLA-മാർ കൂടുതൽ സമയം സഭയിൽ ഇരിക്കുന്നില്ല എന്ന വിമർശനവുമായി സ്പീക്കർ AN ഷംസീർ. ഇരുപക്ഷത്തെയും MLA-മാർ നിയമസഭ ഗൗരവത്തിൽ എടുത്തില്ല. യുവ MLA-മാരാണ് കൂടുതൽ സമയം സഭയിലിരിക്കാൻ താൽപര്യം കാട്ടാത്തത്. സഭാ നടപടികൾ കണ്ടുപഠിക്കാൻ എല്ലാ ദിവസവും സഭയിൽ ഉണ്ടാകണമെന്നും AN ഷംസീർ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു AN ഷംസീർ. സഭക്കകത്തൊരു നോട്ടി എന്ന് തന്നെ വിളിക്കാൻ കാരണം ഞാൻ സഭക്കകത്ത് ഇരുന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ടാണ്. പക്ഷേ പല സാമാജികരെക്കുറിച്ചുള്ള എനിക്കുള്ള വിമർശനം യങ്സ്റ്റേഴ്സാണ്, പുതിയ ആൾക്കാരുടെ ഭാഗത്ത് നല്ല പുതിയ സാമാജികന്മാരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഭക്കകത്ത് അവരിയ്ക്കുന്നില്ല. സഭാ പ്രൊസീഡിങ്സ് ബുക്ക് വായിച്ചല്ല പഠിക്കേണ്ടത്, സഭക്കകത്ത് ഇരുന്നാണ്. പല സാമാജികന്മാരും അതിൽ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന വിമർശനം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പുതിയതിൽ അവർ തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ സീനിയേഴ്സ് എല്ലാം സഭക്കകത്ത് കൃത്യമായി ഇരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ വന്ന ആളുകൾ രണ്ടു പക്ഷത്തുനിന്നും വേണ്ടത്ര ഗൗരവമായി സഭയെ കാണുന്നില്ല. അതെൻ്റെ വിമർശനമാണ്. അത് തിരുത്തിയാൽ അവർക്ക് നല്ലത്. ഇടുക്കിയിൽ വയോധികയായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കട സ്വദേശിയായ 70 വയസ്സുകാരി പൊന്നുട്ടയിൽ മേരിക്കുട്ടി, ഇവരുടെ മകൻ റെജി എന്നിവരാണ് മരിച്ചത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മറവ് ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതാനും ആഴ്ചകളായി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും നാട്ടിൽ കാണാനില്ലായിരുന്നു. ഇതോടെ മേരിക്കുട്ടിയുടെ മകൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. വീടിന് സമീപത്ത് കൃഷിയിടത്തിൽ മണ്ണിളക്കി കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. 15 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഒളിവിലാണ്. തൃശൂർ പൂരം കോ-പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനും ഏതിനും ധർമ്മപ്രിയ. വിശ്വാസം ധർമ്മപ്രിയ. തൃശൂരിൽ പൂരങ്ങളുടെ പൂരം കൊടിയിറങ്ങി. ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായി. പ്രതിസന്ധികൾക്കിടയിൽ നടന്ന പൂരം ആവേശത്തോടെയാണ് അവസാനിച്ചത്. ഇനി അടുത്ത പൂരക്കാലത്തേക്കുള്ള കാത്തിരിപ്പാണ്.
ഇനി അടുത്ത പൂരക്കാലത്ത് കാണാമെന്ന ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് പരിസമാപ്തി കുറിച്ചു. പാണ്ടിമേളത്തോടെ ആരംഭിച്ച ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് 12:30യോടെയാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത്. തിടമ്പേറ്റിയ കൊമ്പന്മാർ ശ്രീമൂലസ്ഥാനത്തെത്തിയപ്പോൾ ഭഗവതിമാർ മുഖാമുഖം നോക്കി. പിന്നീട് അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി. മുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ ആശങ്കകളോടെയാണ് പൂരം ആരംഭിച്ചത്. പൂരവിളംബരവും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും പൂരപ്രേമികളുടെ ആവേശം കാണിച്ചു തന്നു. പൂരം കൊടിയിറങ്ങുന്ന ദിനത്തിൽ ശ്രീമൂലസ്ഥാനത്ത് 10,000 അണിനിരന്നു. ഉപചാരത്തെ ആരവത്തോടെ ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ ഏറ്റെടുത്തത്. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്ന് പൂരത്തിന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. കുടമാറ്റം അരമണിക്കൂറിലേക്ക് ചുരുക്കിയിരുന്നു. എന്നാൽ ചടങ്ങുകൾക്കൊന്നും ഭംഗം വന്നില്ല. പ്രധാന ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തവും കണ്ടു. ഇനി അടുത്ത പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. ഏപ്രിൽ 17-നാണ് അടുത്ത തൃശ്ശൂർ പൂരം. പ്രതിസന്ധികൾക്കിടയിലും ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് ശുഭപര്യവസാനം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇനി കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും അടുത്ത പൂരക്കാലത്തിനായി. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ച എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരിച്ചത്. ഉച്ചയോടെ എടപ്പാളിലെ വീട്ടിലെത്തിച്ച മൃതദേഹം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കുടിവെള്ള പ്രശ്നത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ LDF UDF പ്രതിഷേധം. ഇരുവിഭാഗവും നഗരസഭാ കവാടത്തിൽ ധർണ നടത്തി. അതേസമയം കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാൻ കാരണം വാട്ടർ അതോറിറ്റിയുടെ നടപടികളാണെന്ന് ആരോപിച്ച് BJP വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് UDF കൗൺസിലർമാർ നഗരസഭയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി നടന്ന ധർണ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മേയറോട് പരാതി പറയാൻ ചെന്നാൽ മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയാം. വാട്ടർ അതോറിറ്റിയോട് എന്ന് പറഞ്ഞാൽ വിതരണാവകാശം നഗരസഭയ്ക്കാണെന്ന് വാട്ടർ അതോറിറ്റി പറയും. ഇങ്ങനെ രണ്ടു ഭാഗത്തും കടന്നു ഓടുക ജനം. എന്നാൽ പൈപ്പ് തുറന്നാൽ ഒരു ശബ്ദമല്ലാതെ പാമ്പ് ചീറ്റുന്നവൻ. ഇപ്പോൾ പൈപ്പ് തുറന്നാലത്തെ ഭയം എന്താന്ന് പറഞ്ഞാൽ പലയിടത്തും പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ചൂടത്ത് പുറത്തും ഉണ്ടാകത്തുണ്ട്. അപ്പൊ പൈപ്പ് തുറന്നാൽ കേൾക്കുന്ന ശബ്ദം പാമ്പ് വന്നോ എന്നുള്ള ഭയമാണ് ഇപ്പൊ ജനങ്ങൾക്ക്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല രണ്ടു കൂട്ടർക്കും. തുടർന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മേയർ അംഗീകരിച്ചെങ്കിലും പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. UDF കൗൺസിൽ അംഗങ്ങൾ ബാനർ ഉയർത്തി മേയറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധം തീർത്തു. അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പൂർത്തിയായെങ്കിലും പ്രതിപക്ഷം നഗരസഭാ കവാടത്തിൽ ധർണ തുടർന്നു. അതേസമയം വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ നിലപാടാണ് കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമെന്നാരോപിച്ച് BJP കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ സമരം ചെയ്യുന്ന വി-ഗാർഡ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള CITU പ്രതിനിധി സംഘമാണ് ഉത്തരാഖണ്ഡിലെ ഉധം സിംഗ് നഗർ ജില്ലയിലെ രുദ്രപൂർ ഗാന്ധി പാർക്കിൽ സമരം ചെയ്യുന്ന വി-ഗാർഡ് തൊഴിലാളികളെ നേരിൽ കണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ജില്ലാ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എളമരം കരീമിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി.